Kannur International Airport and the problem. Kannur Airport, and it was not a very good location to be in the first place. You spend 2,000 crores compared to 305 crores in Cochin Airport. So you have more equity, more loan. More loan means more interest to be paid. And you don't have enough flights also. അതായത് ഇവർ ഭയങ്കര തമാശയുടെ എല്ലാവരും പറയുക. ഇപ്പം എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്ത ദിനേഷ് കുമാറാണ് എൻ്റെ MD. എന്നിട്ട് ഞാൻ ദിനേഷിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇവർ ഇത് കാരണമാണ് ഫോറിൻ ഫ്ലൈറ്റ്സ് വരാൻ സമ്മതിക്കാത്ത കാരണമാണ് ഇത് വരാത്തത്. ഞാൻ ചോദിച്ചു, ഈ പാസഞ്ചർ ഉണ്ടെങ്കിൽ ഇഫ് യു ആർ കോമ്പറ്റിറ്റീവ്, ഇൻഡിഗോയ്ക്കും സ്പൈസ് ജെറ്റിനും എയർ ഇന്ത്യയ്ക്കും അവിടുന്ന് ഫ്ലൈ ചെയ്യാനായിട്ട് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. എമിറേറ്റ്സിനും ഖത്തറിനും വരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. സോ ഇഫ് ദോസ് ഇനഫ് ട്രാഫിക്, ഇഫ് യു ആർ കോമ്പറ്റിറ്റീവ്, യു ഷുഡ് ഹാവ് പെർസ്വേഡഡ് ഇൻഡിഗോ, എയർ ഇന്ത്യ ആൻഡ് അതേഴ്സ് ടു കം ഇൻ. ആ പറയുന്ന ഇതൊക്കെ ഇപ്പം സാധാരണക്കാരുടെ ഒരു ശരി കേട്ടോ. ഗവൺമെൻറ് പിന്നെ പറയുന്നത് പോർട്ട് ഓഫ് കോൾ ആകും. പോർട്ട് ഓഫ് കോൾ ആകേണ്ട ആവശ്യമില്ല. കൊച്ചിൻ എയർപോർട്ട് 2 കൊല്ലം പോർട്ട് ഓഫ് കോൾ ഇല്ലാതെ എയർ ഇന്ത്യ മാത്രം ഫ്ലൈ ചെയ്തില്ലായിരുന്നു. ഇതേറെ ഞാൻ പറയുന്നത്, പക്ഷേ ഇറ്റ് ഈസ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ വർക്ക്. ആവശ്യമില്ല. 1, 2 ഇറ്റ് ഈസ് ടു ക്ലോസ് ടു ട്രിവാൻഡ്രം ആൻഡ് കൊച്ചിൻ. കണ്ണൂർ നമ്മുടെ സുപ്രീം മിക്സ് ആണ്. ആരെങ്കിലും ശബരിമല ചെയ്യുമ്പോൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കി, കണ്ണൂരിൻ്റെ പൊസിഷൻ നോക്കും. കണ്ണൂരിപ്പോൾ 6 കൊല്ലമായി ഉദ്ഘാടനം ചെയ്തിട്ട് ഇപ്പോഴും they incur losses. One, cost was too high. You don't have to have so much of land to be bought at exorbitant prices. Sir, Karipur ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ട് അല്ലേ, അപ്പോൾ ഇത് കണ്ണൂരിനൊരു പ്രിഫറൻസ് വരേണ്ടതല്ലേ? പക്ഷെ അതാണ് അതിൻ്റെ കോസ്റ്റിൻ്റെ കൂടുതലും ഈ മാർക്കറ്റിങ്ങിന് പ്രോബ്ലം. പിന്നെ ലൊക്കേഷൻ സ്പെസിഫിക്കാണ്. ഇതിപ്പോൾ എനിക്ക് മലപ്പുറത്താണെങ്കിൽ ഞാൻ കണ്ണൂർ എത്ര ടേബിൾ ടോപ്പാന്ന് പറഞ്ഞാലും ഐ സ്റ്റിൽ പ്രിഫർ ടു കരിപ്പൂരിലേക്ക് ഇറങ്ങാനായിട്ട് നോക്കും. കരിപ്പൂരൊക്കെ ആണെങ്കിലും ഈ എത്രയോ നാളത്തെ മുമ്പേ ആ ലാൻഡ് അക്വയർ ചെയ്ത് വീതി എടുക്കേണ്ടതായിരുന്നു. സച്ച് എ ഡേഞ്ചറസ് എയർപോർട്ട് ടു ബി ഇൻ. അതൊക്കെ കണ്ണൂർ ആക്ച്വലി ദേ ഹാഡ് എൻ അഡ്വാൻറ്റേജ്. ഒരിക്കലും അത് ചെയ്യാൻ പറ്റിയില്ല. So you are very successful in building a low-cost airport. When GMR and GV are building Hyderabad, did you get any offer from private sector? ഇവർ രണ്ടുപേരും എന്നെ വിളിച്ചാണ്. GMR വിളിച്ചാണ്, റിലയൻസും വിളിച്ചത്. അപ്പോൾ അന്ന് ഭയങ്കര ഓഫറാണ്. 2006 തോന്നുന്നു. ആദ്യം റിലയൻസ് വിളിച്ചു. അവർ എനിക്കത് ഓഫർഡ് മീ 10 crore rupees for 5 years അന്ന്. അത് കഴിഞ്ഞ് ഇവർ 11 crores പറഞ്ഞത്. വിത്ത് 3 years കഴിഞ്ഞ് യു ക്യാൻ ഗോ ഓഫ്. എന്നിട്ട് അവർ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് പോകും. അന്ന് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആക്ച്വലി IAS ഓഫീസേഴ്സ് ക്യാൻ ഗോ ആൻഡ് വർക്ക് ഇൻ പ്രൈവറ്റ് സെക്ടർ ഫോർ 5 years. അന്നേരം അവരത് ഓഫറും തന്നു 11 കോടി രൂപ. അത് കേട്ടപ്പോൾ ഭയങ്കര ടു എക്സൈറ്റഡ്. ഇത്രയോ ബോത്ത്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ വൈഫും പിള്ളേരൊക്കെ ചോദിച്ചു ആർക്ക് വേണ്ടിയിട്ടത് പൈസ. ആക്ച്വലി റിയലി ലുക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഞാനൊക്കെ ഇത്രയും പ്രായമായിട്ട് ഒരു മാക്സിമം നമുക്കൊരു ചെറിയൊരു വീട് ഒരു 2 lakhs കൂടുതൽ നമ്മൾ എങ്ങനെയാണ് ചിലവാക്കുക? റിയലി ആക്ച്വലായിട്ട് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുള്ളൂ. ഒരു 2 lakhsന് അപ്പുറത്ത് നമുക്ക് ചിലവാക്കാൻ പറ്റും. അല്ലെങ്കിൽ അത്രയും നമ്മൾ ഭയങ്കര എന്ത് പൈസ ഹോട്ടലൊക്കെ അല്ലെങ്കിൽ ഒരു ഇതാണ്. ആൻഡ് ഐ വാസ് ഗെറ്റിംഗ് എ ഡീസൻറ്റ് സാലറി ആൻഡ് 5 വർക്കൗട്ട്. പിന്നെ എനിക്കെന്തോ ഒരു കുറ്റബോധമായിരുന്നു. അതായത് ഇത് ഞാൻ എല്ലാം ലേൺ ചെയ്തത് ഈ കൊച്ചി എയർപോർട്ട് കൊണ്ടാണ്. വൈ ആർ ദേ ഓഫറിങ് മീ ഓൾ ദിസ് സാലറി? It's because my domain knowledge on it. Why should I go and do it for a private sector for my expense or for my benefit? You come from a farm, Krishi. അപ്പോൾ it's said that spice good ആയിരിക്കും എല്ലാ വീക്കെൻഡ്സിലും കുട്ടനാട് പോയിട്ട് കൃഷി. ഇപ്പോഴും ഉണ്ട്. I still do it. ഞാൻ വാഴ, തെങ്ങ്, കൊക്കോ. I do something like 10,000-20,000 വാഴ കൃഷി ചെയ്യും. ഞങ്ങൾ ബേസിക്കലി ഐ കം ഫ്രം എൻ അഗ്രികൾച്ചർ ബേസ്ഡ് ഫാമിലി. അപ്പനും വക്കീലായിരുന്നെങ്കിലും
യൂസ്ഡ് ആക്ച്വലി ആ ലാസ്റ്റ് കായൽ പുത്തൻകായൽ എന്ന് പറയുന്ന കായൽ കുത്തിയത് എൻ്റെ ഫാദറും വേറെ 5 പേരും കൂടെ കുത്തി 800 ഏക്കർസ്. ഈ വാസ് ഭയങ്കര, ഞങ്ങൾക്കൊന്നും അത്രയൊന്നും ബുദ്ധിയോ കഴിവൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഐ സ്റ്റിൽ ഹാവ് അബൌട്ട് 30 acres ഉണ്ട്. ദിസ് വാസ് അബൌട്ട് 120 acres. കുറേ മിച്ചഭൂമി പോയി, കുറേ വിറ്റു. ഐ സ്റ്റിൽ ഡു ഫാമിങ്. ഇപ്പം ഇത്തിരി നല്ല കാലമാണ്, കാരണം ഈ കൊക്കോയ്ക്ക് നല്ല വിലയാണ്. സോ ഞാൻ വൺ ഓഫ് ദ വെരി ഫ്യൂ പീപ്പിൾ ഹൂ വെഞ്ചേർഡ് ഇൻ ടു കൊക്കോ അറ്റ് ദാറ്റ് ടൈം. കുറേ ആൾക്കാർ അന്ന് നിർത്തിപ്പോയാ. ഞാനത് ഈ കഴിഞ്ഞൊരു 5 വർഷം മുമ്പ്, ബട്ട് വി ആർ ഓൾ ബാഡ്ലി എഫക്റ്റഡ് ബൈ ദിസ് ഈ മറ്റേ ഫ്ലഡ് ഉണ്ടല്ലോ. ഞങ്ങളുടെയൊക്കെ ഫാമൊക്കെ വി വെർ അണ്ടർ വാട്ടർ ഫോർ 2 months. കംപ്ലീറ്റ്ലി വി ആർ ഓൾ ആക്ച്വലി മേക്കിംഗ് ഗുഡ് മണി ആക്ച്വലി. ഈ വാഴക്കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ഈ വെൻ യു ഡു 10,000 20,000 ഒക്കെ ചെയ്യുമ്പോൾ ഈ മാർജിന് നമുക്കൊരു 50 രൂപ 100 രൂപ കിട്ടിയാലും മതി. ഇറ്റ്സ് ബിഗ് മണി. അതായത് 20,000 20% പോകും. എന്നാലും അതിൻ്റെ അകത്ത് നമുക്കൊരു 100 രൂപ വെച്ച് അല്ലെങ്കിൽ 150 രൂപ വെച്ചാൽ നല്ല എമൗണ്ടാണ്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് വാസ് ഈ 2018 ഫ്ലഡ് ഞങ്ങളെയൊക്കെ നശിപ്പിച്ചു കളയും കംപ്ലീറ്റ്. ഇറ്റ് വാസ് അണ്ടർ വാട്ടർ ഫോർ 2 months. പമ്പ് ചെയ്ത് കളയാനെടുത്തു 2 months. ഇറ്റ് വാസ് ശരിക്കും പറഞ്ഞ കുട്ടനാടൊക്കെ ഇറ്റ്സ് ഇൻ റിയൽ ഡീപ് ട്രബിൾ. ഇപ്പോൾ ഈ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഈ ഒന്നാമത് നമ്മുടെ ഈ മന്ത്രിമാർക്കൊക്കെ, ഐ ബീൻ വിത്ത് ദി വാട്ടർ റിസോഴ്സ് സെക്രട്ടറി ഫോർ 6 years. സത്യം നമ്മൾ എന്നും ഇവരോട് പറയുമായിരുന്നു, നിങ്ങൾ ആ കുട്ടനാട്ടിൽ കൊന്ന് ഡ്രഡ്ജ് ചെയ്യുക, ഡ്രഡ്ജ് ചെയ്ത് അതിൻ്റെ ആഴം കൂട്ടി. ഇത് ഓൾറെഡി സിൽറ്റിങ് നടന്നിട്ട് ഒന്നും ചെയ്യുക. ഹൈക്കോടതി എന്നോ പറഞ്ഞു അവിടുന്ന് ഈ ആൾക്കാർ കട്ട കുത്തുമായിരുന്നു, പാടില്ല എന്ന്. അത് വെച്ചിട്ട് ഒന്നും ചെയ്യില്ല. അതൊക്കെ കുട്ടനാട്ടിലൊക്കെ സച്ച് ബാഡ് ഷേപ്പ് ആക്ച്വലി. കുട്ടനാട് could become a very great area for hydrogen production later. പക്ഷേ കാരണം നമ്മൾ ഈ ഹൈഡ്രജനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണമല്ലോ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ് ദാറ്റ് ഈ ഇവരൊക്കെ സീ വാട്ടർ എടുത്തിട്ട് ഡീസാലിനേറ്റ് ചെയ്തിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. ഇത് നമ്മുടെ വെള്ളം, കേരളത്തിലുള്ള എല്ലായിടത്തെയും വെള്ളം ഇറ്റ്സ് സോ ഗുഡ്. നമുക്കധികം ഇതില്ല. ആക്ച്വലി ഐ മീൻ 20, ഞാനെന്നും എൻ്റെ മോനോട് പറയുന്നതാണ്, 25 വർഷം കഴിയുമ്പോൾ യു മൈറ്റ് ഹാവ് എ ബിഗ് ഡീൽ. യു ഹാവ് സച്ച് എ ലോട്ട് ഓഫ് ഈ ലാൻഡിൽ നിന്ന് കുട്ടനാട് വാട്ടർ വെറുതെ ഹോൾഡ് ചെയ്തിട്ട് ഇലക്ട്രിഫൈസ് ചെയ്താൽ മതി. ഹൈഡ്രജൻ ഇറ്റ് വിൽ ടേക്ക് അനദർ 15-20 years ടു സ്റ്റെബിലൈസ്. ഒരിടത്തും ആയിട്ടില്ലല്ലോ. കാര്യം ദി ടെക്നോളജി ഈസ് സ്റ്റിൽ അറ്റ് വെരി, ഇൻഫാക്ട് ദി ഡിഫറൻസസ് ഈ പീപ്പിൾ ആർ ആക്ച്വലി ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യാതെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത്, അതായത് ഇപ്പം പുതിയ ടെക്നോളജി ഐ തിങ്ക് ടൊയോട്ട ചെയ്യുന്നത്, നമുക്ക് ഇത്തിരി ഇതിൻ്റെ അതൊരു ഇൻട്രസ്റ്റ് ഉള്ളവരെ ഇടയ്ക്ക് വായിക്കുന്നത്, ടൊയോട്ടയൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ വെള്ളം ഹോൾഡ് ചെയ്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ ആക്കി അവിടെ തന്നെ, അതായത് ഹൈഡ്രജൻ വേറൊരു പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യല്ല, ഓൺ ദ മൂവ് ആക്ച്വലി പ്രൊഡ്യൂസ്. അതിലേക്കാണ് പോകുന്നത് ടെക്നോളജി. Are you happy with your career? Oh yeah, we're extremely happy. What do you want? നമ്മൾ എത്ര തലമുറ will actually remember you for this airport itself. But you were a very successful district collector. Then you moved to CR. But you missed out. You didn't go central deputation. You could have got for your post. See, at the end of അത് ആക്ച്വലി ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി വൺ കുഡ് ഹാവ് ഗോൺ ഹയർ അപ്പ് ഇൻ ദി ഇന്ത്യൻ ബ്യൂറോക്രസി ഒക്കെ പോകാമായിരുന്നു. You make some compromise. You don't want to lose out on your family life also. ഞാൻ ഏതായാലും ഡൽഹിക്ക് പോകുമ്പോൾ ഇപ്പോഴും കുട്ടികളുടെ എഡ്യൂക്കേഷൻ എഫക്റ്റഡ് ആകുമായിരുന്നു. That was one of the major things. And I always felt that Delhi is a difficult place to be in. Very difficult. For a person like me, നമ്മുടെ ഈ ഓണസ്റ്റി ഒന്നും അത്ര വണ്ടി ഓടുന്ന സ്ഥലമല്ലാന്ന് തോന്നി എനിക്ക്. Which posting do you cherish the most? എയർപോർട്ട് തന്നെ. കാരണം ഫ്രം നത്തിങ്, ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ ഒരു സക്സസ് ഒരു കോൺസെപ്റ്റ് പറഞ്ഞു 93 പറഞ്ഞു. 99 I had the airport up and running വിത്ത് സീറോ 20,000 rupees വെച്ചിട്ട് തുടങ്ങി. അതല്ലേ ഏറ്റവും വലിയ കരിയറിൽ ഏറ്റവും വലിയ ഒരിതായത്. ഒരു ആർക്ക് പറ്റും
look at such a lot of people have been employed. The city has grown. ഈവൻ ടുഡേ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒന്ന് ഹനോയ് വരെ പോയിരുന്നു എനിക്കിത്. സിംഗപ്പൂർ എയർപോർട്ട് വന്നപ്പോൾ 2-3 മലയാളികൾ വന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് സെൽഫി എടുക്കുകയാണ്. ഇൻഫാക്ട് ഐ വാസ് സർപ്രൈസ് ആക്ച്വലി. ഐ ലെഫ്റ്റ് ദറ്റ് കമ്പനി ഓൾമോസ്റ്റ് 3 years, മോർ ദൻ 3 years. സ്റ്റിൽ പീപ്പിൾ ചെറിഷ് യുവർ കോൺട്രിബ്യൂഷൻ. അതല്ലേ ഏറ്റവും വലിയ കാര്യം. Money, I mean, you may not be very rich and all, but then I thought, I'm a pretty happy man in the sense that you did something good for the society. ആർക്കെങ്കിലും കൊച്ചിക്കാർക്ക് പറയാൻ പറ്റും ഈ എയർപോർട്ട് സീപോർട്ട് റോഡ് ഈ കാണുന്ന സകല ഈ റെയിൽവേ ഓബ്രിഡ്ജ് ഇതൊക്കെ ഞാൻ തുടങ്ങിയതാണ്. ഈ കൊച്ചിയിലേക്കായിരുന്നു രാജേഷ് കൊച്ചിൻ റിഫൈനറിയിലേക്കുള്ള ആ റെയിൽവേ ഓബ്രിഡ്ജ് ഞങ്ങൾ ഒരു പുതിയ കോൺസെപ്റ്റ് വെച്ച് കൊണ്ടുവന്നതാണ്. സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഫ്യൂച്ചർ റിസീവബിൾസ് എന്ന് പറഞ്ഞു. അതൊക്കെ ഐ ഡിഡ് ദിസ് ഇൻ 2004. അതൊക്കെ ആൾക്കും ചിന്തിക്കാൻ പറ്റാത്ത സമയത്താണ്. ധനലക്ഷ്മി ബാങ്ക് വെച്ച് 1 കോടി രൂപ വെച്ചാൽ അത് ഇപ്പം എടുത്ത് കളഞ്ഞ ഇത് അങ്ങനെയൊക്കെ എന്തെല്ലാം ചെയ്യാൻ പറ്റി സിൻസ് യു വെർ ഇൻ കേരള. മേ ബി ഡൽഹി കുഡ് ഹാവ് ബിൻ ബെറ്റർ, കുഡ് ഹാവ് ബിൻ വേഴ്സ്, ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ടേക്ക് ദാറ്റ് റിസ്ക്. ആക്ച്വലി കരിയറിൽ പ്രത്യേകിച്ച് ഒത്തിരി പേര് എന്നെ വിളിച്ചതാണ് കേട്ടോ. ഈ പ്രൈവറ്റ് സെക്ടർ കൂടാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലേക്ക് എന്നോട് ഈ അന്ന് KM ചന്ദ്രശേഖർ സാറ് ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഹി വാസ് സോ ഇൻസിസ്റ്റൻറ്റ്. ഞാൻ പറയാൻ പറ്റില്ല സാർ, എനിക്ക് കഴിയില്ല. പ്രോബ്ലി ഐ ബിക്കം ആസ് എൻ്റെയൊക്കെ ചില കൊളീഗ്സൊക്കെ തമാശയായിട്ട് പറയുന്നത് ഐ വാസ് നെവർ IAS, ഐ വാസ് EAS, എറണാകുളം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയാം. ബിക്കോസ് ഐ സ്പെൻഡ് 91 തൊട്ടിട്ട് ഇവിടെ വന്നിട്ട് 6 years സെക്രട്ടറി വർക്ക് ചെയ്യുന്ന സമയത്തല്ലാതെ ഐ ബീൻ ഇൻ എറണാകുളം for long. I know Ernakulam much better than majority of the people who are born and brought up here.